ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് പിന്നെയും ദൈവത്തിൻ്റെ വചനം പഠിക്കാനായിട്ട് നമുക്ക് കർത്താവ് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ക്ലാസ്സുകൾ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. എഫേസ് ലേഖനമാണ് നമ്മൾ തുടർച്ചയായിട്ട് ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എഫേസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മെ വിളിക്ക് യോഗ്യമാണെന്നും നടക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മെ എങ്ങനെയാണ് വിളിച്ചത് എന്നുള്ള കാര്യമാണ് അപ്പോസ്തലനായ പൗലോസ് അവിടെ രേഖപ്പെടുത്തുന്നത്. ആ വാക്യങ്ങൾ ഞാൻ ഒന്നുകൂടെ വായിക്കാം. 4-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒന്ന്, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അപ്പോൾ അവിടെ നമ്മെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായിട്ടാണ് വിളിച്ചത്. ശരീരം ഒന്നാണ്, ആത്മാവ് ഒന്നാണ്, കർത്താവ് ഒരുവനാണ്. ഈ കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചിന്തിച്ചു. ഇന്ന് 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന അടുത്ത കാര്യം ഇതാണ്: വിശ്വാസം ഒന്ന് എന്നവിടെ പറഞ്ഞിരിക്കുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? കർത്താവ് നമ്മെ വിളിച്ചപ്പോൾ, ദൈവം നമ്മെ വിളിച്ചപ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന വിശ്വാസം ഒരേ വിശ്വാസമാണ്, അല്ലെങ്കിൽ ഒരേ വിശ്വാസത്തിലേക്കാണ് അവൻ നമ്മെ എന്ത് ചെയ്തിരിക്കുന്നത്, വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പല വിശ്വാസങ്ങളിലേക്കോ പല ഉപദേശങ്ങളിലേക്കോ അല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് ഒരേ വിശ്വാസത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ളത് ദൈവമക്കളും ദൈവസഭകളും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇന്ന് പലപ്പോഴും നമ്മൾ ക്രൈസ്തവ സഭകളെ തന്നെ നോക്കുമ്പോൾ ക്രൈസ്തവ സഭകളുടെ ഇടയിൽ ഭിന്നിപ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം വിശ്വാസം രീതിയിൽ ആയിത്തീർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഓരോ സംഘടനകളും നമ്മൾ എടുത്തു കഴിയുമ്പോൾ, ഓരോ വിഭാഗങ്ങളും നമ്മൾ എടുത്തു കഴിയുമ്പോൾ അവരുടെ എല്ലാം വിശ്വാസങ്ങൾക്ക് തമ്മിൽ പരസ്പരം വിയോജിപ്പുകളുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ അവരെല്ലാവരും അവകാശപ്പെടുന്നത് ഞങ്ങളെ ദൈവമാണ് വിളിച്ചത്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസമാണ് ഞങ്ങൾ സൂക്ഷിക്കുന്നത് എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ ഇത്രയും വിയോജിപ്പുകളും വ്യത്യസ്തതകളും വിശ്വാസങ്ങളുടെ ഇടയ്ക്ക് വരുന്നു എന്നുള്ളതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഇവരൊക്കെ ദൈവവചനപ്രകാരമുള്ള വിശ്വാസം മനസ്സിലാക്കിയിരിക്കുന്നതിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ദൈവവചനപ്രകാരമുള്ള വിശ്വാസം ഒന്നേ ഉള്ളൂ. വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും, ദൈവവചനമായ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും വിശ്വസിക്കാനായിട്ട് ആരംഭിച്ചാൽ എല്ലാവരുടെയും വിശ്വാസം ഒന്നായിട്ട് മാറും. വിശ്വാസത്തിൽ വിയോജിപ്പുകൾ വരുമ്പോൾ അതിനർത്ഥം എവിടെയോ ബൈബിളിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്. അപ്പം കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് ഏക വിശ്വാസത്തിലേക്കാണ്. ബൈബിൾ നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത് ഏക വിശ്വാസമാണ്. സഭയ്ക്ക് കർത്താവ് കൊടുത്തിരിക്കുന്നത് ഏക വിശ്വാസമാണ്, ഒരേ വിശ്വാസമാണ്. വ്യത്യസ്ത വിശ്വാസങ്ങൾ അല്ല സഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഈ രീതിയിൽ വ്യത്യസ്ത വിശ്വാസങ്ങൾ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബൈബിൾ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ദുരുപദേശങ്ങളിലേക്ക് പോകുന്നത് കൊണ്ടാണ് വ്യത്യസ്ത വിശ്വാസങ്ങൾ ക്രൈസ്തവ മണ്ഡലത്തിൽ തന്നെ കയറി വരുന്നത്. ഓരോ ദൈവപൈതലിൻ്റെയും ഉത്തരവാദിത്വമെന്ന് പറയുന്നത് ബൈബിൾ അനുസരിച്ചുള്ള വിശ്വാസം എന്താണ് എന്ന് പരിശോധിച്ച് കണ്ടെത്തുക എന്നുള്ളതാണ്. അന്ധമായിട്ട്
ഞാനായിരിക്കുന്ന സംഘടനയുടെ അല്ലെങ്കിൽ ഞാനായിരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ വിശ്വാസമാണ് ശരി എന്ന് അന്ധമായിട്ട് വിശ്വസിക്കാതെ ബൈബിൾ പരിശോധിച്ച് ബൈബിളിലെ വിശ്വാസം എന്താണ്, ബൈബിളിലെ ടീച്ചിങ് എന്താണ്, ഉപദേശം എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിലേക്ക് മടങ്ങി വരിക അല്ലെങ്കിൽ അതിലേക്ക് വരിക എന്നുള്ളത് എല്ലാ ദൈവമക്കളുടെയും ഉത്തരവാദിത്തമാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, കർത്താവ് നമ്മെ വിളിച്ചപ്പോൾ നമ്മെ ഒരേ വിശ്വാസത്തിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, വിളിച്ചിരിക്കുന്നത്. ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ ഈ ഒരു കാര്യം പുതിയ നിയമത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ചില വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്കൊന്ന് തിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ദൈവം ഏകനല്ലോ, അവൻ വിശ്വാസം മൂലം പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നു. അപ്പം ദൈവം ഒരുവനാണ്, ദൈവം ഏകനാണ്, ഒരുവനെന്നല്ല ഏകനാണ്. ആ ദൈവം പരിച്ഛേദനക്കാരെയും അഗ്രചർമ്മികളെയും നീതീകരിക്കുന്നത് ഒരേ വിശ്വാസത്താലാണ് നീതീകരിക്കുന്നത്. പരിച്ഛേദനക്കാരെന്ന് പറയുമ്പോൾ പരിച്ഛേദന ഏൽക്കുന്നവർ, അവർ ഇന്നത്തെ യഹൂദന്മാരോ അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസികളോ ആരെങ്കിലും ആകട്ടെ, അവരൊക്കെ പരിച്ഛേദന ഏൽക്കുന്നവരാണ്. അഗ്രചർമ്മികൾ എന്ന് പറയുമ്പോൾ പരിച്ഛേദന ഏൽക്കാത്ത മറ്റെല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചാണ് അഗ്രചർമ്മികൾ എന്ന് പറയുന്നത്. അപ്പോൾ താങ്കൾ ഒരു യഹൂദനോ ഇസ്ലാം മതവിശ്വാസിയോ ആയി പരിച്ഛേദന ഏൽക്കുന്നയാളാണെങ്കിലും മറ്റേതെങ്കിലും വിഭാഗങ്ങളിലൂടെ പരിച്ഛേദന ഏൽക്കാത്ത വ്യക്തിയാണെങ്കിലും നമ്മെ എല്ലാവരെയും, രണ്ടു കൂട്ടരെയും ദൈവം നീതീകരിക്കുന്നത് പരിച്ഛേദനയാലോ അഗ്രചർമ്മത്താലോ അല്ല. താങ്കൾ പരിച്ഛേദന ഏറ്റിട്ടുണ്ടോ പരിച്ഛേദന ഏറ്റിട്ടില്ലയോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല ദൈവം നീതീകരിക്കുന്നത്. ദൈവം നീതീകരിക്കുന്നത് വേദപുസ്തക പ്രകാരമുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ബൈബിൾ പ്രകാരമുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മെ നീതീകരിക്കുന്നത്. അപ്പം ആർക്കും ഞാൻ പരിച്ഛേദന ഏറ്റു എന്ന് പറഞ്ഞ് പ്രശംസിക്കാനായിട്ട് ആർക്കും കഴിയില്ല. കാരണം അപ്പോസ്തലനായ പൗലോസ് ഇത് രേഖപ്പെടുത്തുന്ന സമയത്ത് യഹൂദ വിശ്വാസികളുടെ ഇടയ്ക്ക് അങ്ങനെ ഒരു സുപ്പീരിയോറിറ്റി മനോഭാവം ഉണ്ടായിരുന്നു, ഒരു ഉന്നത ഭാവം ഉണ്ടായിരുന്നു. എന്താണ്, മറ്റുള്ളവർ വിജാതീയരിൽ നിന്ന് വന്ന ക്രൈസ്തവർ അവർ പരിച്ഛേദന ഏറ്റിട്ടില്ല, എന്നാൽ ഞങ്ങൾ പരിച്ഛേദന ഏറ്റവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ദൈവത്തോടെന്തോ മറ്റ് വിജാതീയരായിട്ടുള്ള വിശ്വാസികൾക്കില്ലാത്ത എന്തോ ഒരു പ്രത്യേക ബന്ധം ഞങ്ങൾക്ക് ദൈവത്തോടുണ്ട് എന്നുള്ള ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് അവർ ഫോളോ ചെയ്തിരുന്നു. അപ്പം അവിടെ പൗലോസ് പറയുക, അങ്ങനെ ഒരു സുപ്പീരിയോറിറ്റി ഇല്ല. ദൈവത്തിൻ്റെ മുമ്പിൽ പരിച്ഛേദന ഏറ്റവർക്കും ഏൽക്കാത്തവർക്കും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. കാരണം നീ പരിച്ഛേദന ഏറ്റിട്ടുണ്ടോ ഇല്ലയോ എന്ന് ദൈവം ചിന്തിക്കുന്നില്ല. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. താങ്കൾ പരിച്ഛേദന ഏറ്റിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമല്ല. നീതീകരണം അതിൻ്റെ അടിസ്ഥാനത്തിലല്ല ദൈവം നൽകുന്നത്. നീതീകരണം നൽകുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്ത് വിശ്വാസം? യേശുവിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്ന് വെച്ചാൽ എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, താങ്കൾ പരിച്ഛേദന ഏറ്റിട്ടുള്ള വ്യക്തിയോ പരിച്ഛേദന ഏറ്റിട്ടില്ലാത്ത വ്യക്തിയോ ആയിക്കൊള്ളട്ടെ, താങ്കൾക്ക് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടാനായിട്ട് കഴിയണമെന്നുണ്ടെങ്കിൽ യേശുവിലുള്ള വിശ്വാസത്താൽ മാത്രമേ ആ നീതീകരണം പ്രാപിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിമാനായി തീരാനായിട്ട് കഴിയണമെങ്കിൽ യേശുവിങ്കലുള്ള വിശ്വാസത്താൽ മാത്രമേ താങ്കൾക്കത് കഴിയുകയുള്ളൂ. അപ്പം ദൈവത്തിൻ്റെ അടുക്കലേക്ക് നീതീകരണം എന്ന് പറയുമ്പോൾ സത്യത്തിൽ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്ന ആ പാപത്തിൻ്റെ കുറ്റബോധത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും ദൈവം നമ്മെ മോചിപ്പിക്കുന്ന ആ ഒരു പ്രക്രിയക്കാണ് നീതീകരണം എന്ന് വേദപുസ്തകം പറയുന്നത്. അപ്പം ആ ഒരു മോചനം നമുക്ക് ലഭിക്കുന്നതോടുകൂടെ
ദൈവവും നമ്മളുമായിട്ടൊരു ബന്ധം നമുക്ക് ലഭിക്കുന്നു. അപ്പം ദൈവവുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ബേസ്ഡ് ഓൺ സർക്കംസിഷൻ ഓർ അൺസർക്കംസിഷൻ. അത് പരിച്ഛേദനയുടെ അടിസ്ഥാനത്തിലോ അപരിച്ഛേദനയുടെ അടിസ്ഥാനത്തിലോ അല്ല ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്ക് ലഭിക്കുന്നത്. പകരം അത് യേശുവിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം താങ്കൾക്ക് ദൈവവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അവകാശപ്പെടാൻ കഴിയണമെങ്കിൽ യേശുവിലുള്ള വിശ്വാസത്താൽ ആ ബന്ധം നേടിയെടുക്കണം. അപ്പം ദൈവവുമായിട്ട് ആർക്കൊക്കെ ബന്ധമുണ്ടോ അവർക്കെല്ലാം ആ ബന്ധം ലഭിക്കുന്നത് യേശുവിലുള്ള വിശ്വാസത്താൽ മാത്രമാണ് എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. മറ്റൊരു മാർഗത്തിലൂടെയും ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെടാനായിട്ട്, ദൈവവുമായിട്ടുള്ള ബന്ധം ലഭിക്കാനായിട്ട് യാതൊരു മാർഗവുമില്ല. യേശുവിലുള്ള ഏക വിശ്വാസത്താൽ മാത്രമേ ആ ബന്ധം നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതാണ് റോമാലേഖനത്തിലെ ആ വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഈ അപ്പോസ്തലിക കാലഘട്ടത്തിൽ തന്നെ അവിടെ നേരിട്ടൊരു പ്രശ്നമുണ്ടായിരുന്നു. നമ്മൾ 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറെ ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത്, അതായത് അത് അംഗീകരിക്കുന്നത് ആശ്ചര്യം. അപ്പം അപ്പോസ്തലിക കാലഘട്ടത്തിൽ തന്നെ ഈ രീതിയിൽ വിശ്വാസത്താലുള്ള നീതീകരണത്തിന് അപ്പുറത്തായിട്ട് പ്രവൃത്തികളാലും സ്വയപരിശ്രമത്താലുമുള്ള നീതീകരണം എന്ന പേരിൽ പഠിപ്പിക്കുന്ന ചില പഠിപ്പിക്കലുകൾ ഉണ്ടായിരുന്നു. അപ്പം അത് കണ്ടിട്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അത് ഞങ്ങൾ പഠിപ്പിക്കാത്ത, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെയാണ് പ്രസംഗിക്കുന്നത്. നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവ്, വേറൊരു സുവിശേഷം. അപ്പം അത് വരുമ്പോൾ നിങ്ങളതെങ്ങനെ വിശ്വസിക്കുന്നു എന്ന അപ്പോസ്തലൻ ആശ്ചര്യപ്പെടുകയാണ്. കാരണം ദൈവസഭയ്ക്ക്, ദൈവമക്കൾക്ക് കർത്താവ് കൊടുത്തിരിക്കുന്നത് ഏക വിശ്വാസമാണ്. വിശ്വാസം ഒന്നാണ്, പല വിശ്വാസങ്ങളില്ല. അപ്പം അപ്പോസ്തലന്മാർ പ്രസംഗിച്ച ആ സുവിശേഷത്തിന് വിരുദ്ധമായിട്ട്, അതിന് വിപരീതമായിട്ട് മറ്റൊരു സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ അത് നമ്മൾ സ്വീകരിക്കുന്നു എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം നാം യഥാർത്ഥ വിശ്വാസത്തിൽ, ആ ഏക വിശ്വാസത്തിൽ നമ്മൾ എന്ത് ചെയ്തു? തെറ്റിപ്പോയി എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ ഉണ്ടാകരുത് എന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്നും പലപ്പോഴും ആ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച സുവിശേഷത്തിൻ്റെ അന്തസത്തയ്ക്ക് വിപരീതമായിട്ട് ഭൗതികത കുത്തി നിറച്ചിരിക്കുന്ന സുവിശേഷം എന്ന പേരിൽ പ്രസംഗിക്കപ്പെടുന്ന സന്ദേശങ്ങൾ നാം കേൾക്കുന്നുണ്ട്. നിത്യജീവനല്ലാതെ മറ്റെന്തൊക്കെയോ വാഗ്ദാനങ്ങൾ കുത്തി നിറച്ചിരിക്കുന്ന, ഈ ലോകത്തിലെ സുഖസൗകര്യങ്ങളും ഈ ലോകത്തിലെ ആഡംബരങ്ങളും ഈ ലോകത്തിൻ്റെ അധികാരങ്ങളുമൊക്കെ കുത്തി നിറച്ചിരിക്കുന്ന, അതൊക്കെ നൽകുന്നതാണ് സുവിശേഷം, അതൊക്കെ നൽകുന്നവനാണ് യേശു എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്ന സന്ദേശങ്ങളാണ് ഇന്ന് 99% പലപ്പോഴും പ്രസംഗിക്കപ്പെടുന്നത്. ദൈവമക്കൾ അതിലേക്ക് തിരിയരുത്. അതുപോലെ പ്രവൃത്തിയാലുള്ള നീതീകരണത്തെക്കുറിച്ച് പഠിപ്പിക്കുന്ന പല ഉപദേശങ്ങളും പ്രസംഗങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. അതെല്ലാം ആ യഥാർത്ഥ സുവിശേഷത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഏക വിശ്വാസമാണ് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഇനി ഇതേ കാര്യം തന്നെ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ താൻ ചർച്ച ചെയ്യുന്നുണ്ട്. ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ക്രിസ്തുവിൻ്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അപ്പം അപ്പോസ്തലന്മാർ അവരെ പരമേൽപ്പിച്ച യഥാർത്ഥ സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിൽ നിന്ന്
ഗലാത്യ സഭയും വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നു. 7-ാം വാക്യം പറയുക, അത് വേറൊരു സുവിശേഷം എന്നല്ല, ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ച് കളയുവാൻ ഇച്ഛിക്കുന്നു എന്നത്ര. അപ്പം ഇത് കൊണ്ടുവരുന്നത് നിങ്ങളെ കലക്കാനാണ്, അവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കാനാണ്, ഐക്യത ഉണ്ടാക്കാനല്ല. അപ്പോൾ ദുരുപദേശങ്ങൾ എപ്പോഴും വരുന്നത് കൺഫ്യൂഷൻ ഉണ്ടാക്കാനാണ്, വിഭാഗീയത ഉണ്ടാക്കാനാണ്. ഒരിക്കലും ഐക്യത ഉണ്ടാക്കുവാനായിട്ടല്ല ദുരുപദേശങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളത് നമ്മൾ മറക്കരുത്. ഇപ്പോൾ കൊരിന്ത് സഭയിൽ എന്ത് സംഭവിച്ചോ അതേ പ്രശ്നം ഗലാത്യ സഭയ്ക്കകത്തും സംഭവിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പൗലോസ് ചോദിക്കുക, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ? അപ്പം വിശ്വാസത്തിൽ വ്യത്യാസം വരുമ്പോൾ പൗലോസ് ചോദിക്കുകയാണ്, അത് ക്ഷുദ്രം ചെയ്ത് മയക്കിയതുപോലെയാണെന്ന്. അപ്പം കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള, ബൈബിൾ അടിസ്ഥാനത്തിലുള്ള ഏക വിശ്വാസത്തിലേക്കാണ്. ആ വിശ്വാസത്തിൽ നാം മറിഞ്ഞു പോകുമ്പോൾ അത് ആരോഗ്യകരമായിട്ടുള്ളൊരു ജീവിതം, ക്രിസ്തീയ ജീവിതമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഗലാത്യ ലേഖനം തന്നെ 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം അത്രേ കാര്യം. റോമാലേഖനത്തെ വാക്യം വായിച്ചിട്ട് നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ പരിച്ഛേദന ഏറ്റിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് ദൈവസന്നിധിയിൽ വിഷയമല്ല. സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമാണ് പ്രധാനം. അപ്പം വിശ്വാസമാണ്, ആ ഏക വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അഗ്രചർമ്മവും പരിച്ഛേദനയും ഒന്നും അല്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് മുൻപോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം എന്നെ ഭരമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തൻ്റെ വചനം വെളിപ്പെടുത്തിയ പോഷ്കില്ലാത്ത ദൈവം സകലകാലത്തിനു മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവൻ്റെ പ്രത്യാശ ഹേതുവായി തൻ്റെ വൃതന്മാരുടെ വിശ്വാസത്തിനും ഭക്തിക്കനുസാരമായ സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനുമായി ദൈവത്തിൻ്റെ ദാസനും യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനുമായ പൗലോസ് പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസിന് എഴുതുന്നത്. നമുക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന 2 വാക്കുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 2-ാം വാക്യത്തിൽ പറയുകയാണ്, ദൈവത്തിൻ്റെ തൻ്റെ വൃതന്മാരുടെ വിശ്വാസം. എന്താണ് വൃതന്മാർ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം? മലയാളത്തിൽ വൃതന്മാർ എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്ന ആ വാക്കിൻ്റെ അർത്ഥം എലക്റ്റഡ് അല്ലെങ്കിൽ ചോസൺ വൺ എന്നാണ് അർത്ഥം, തെരഞ്ഞെടുക്കപ്പെട്ടവർ. അപ്പോൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക്, ദൈവത്തിൻ്റെ വൃതന്മാർക്ക്, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് അവരുടെ വിശ്വാസത്തിന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വിശ്വാസങ്ങൾക്ക് അല്ല, വിശ്വാസത്തിന്. There is only one faith. That is the same faith. പല വിശ്വാസങ്ങളല്ല, പല രീതിയിലുള്ള വിശ്വാസങ്ങളല്ല തിരഞ്ഞെടുക്കപ്പെട്ടവർക്കുള്ളത്. അവർക്ക് ഒരേ വിശ്വാസമാണുള്ളത്. ഏകവചനത്തിലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വിശ്വാസങ്ങൾ എന്ന് ബഹുവചനത്തിലായിരുന്നെങ്കിൽ ഏത് വിശ്വാസവും നമുക്ക് അംഗീകരിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വൃതന്മാരുടെ, എലക്റ്റഡ് ആയിട്ടുള്ള, തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ വിശ്വാസം. അപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഏക വിശ്വാസമാണ്, സെയിം ഫെയ്ത്ത് ആണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. ഇനി 4-ാം വാക്യം പറയുന്നത്,
പൊതുവിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസ്, കോമൺ ഫെയ്ത്ത്. അപ്പം തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കും കോമൺ ആയിട്ട് ദർ ഇസ് എ ഫെയ്ത്ത്. പല ഗ്രൂപ്പുകാർക്ക് പല ഫെയ്ത്ത് അല്ല. ഇറ്റ് ഈസ് എ കോമൺ ഫെയ്ത്ത് ഫോർ ഓൾ ദ എലക്റ്റഡ് പീപ്പിൾ. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവർക്കുമുള്ള ഒരു പൊതുവിശ്വാസമാണ്. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വിശ്വാസം കോമണാണ്, പൊതുവിലുള്ള വിശ്വാസമാണ്. ഓരോരുത്തർക്ക് സെപ്പറേറ്റ് വിശ്വാസമല്ല. റോമൻ കത്തോലിക്ക വിശ്വാസം, ഓർത്തഡോക്സ് വിശ്വാസം, CSI വിശ്വാസം, മർത്തോമ വിശ്വാസം, ഇവാഞ്ചലിക്കൽ വിശ്വാസം, പെന്തക്കോസ്ത് വിശ്വാസം, ബ്രദറൻ വിശ്വാസം. നോ, there is a common faith, and that common faith should be based on the word of God. It should be derived from the word of God. ആ പൊതുവിശ്വാസം ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടതായിരിക്കണം, ദൈവവചനത്തിൽ നിന്ന് രൂപപ്പെട്ടതായിരിക്കണം ആ പൊതുവിശ്വാസം. ഞാനൊരു യാഥാർത്ഥ്യം പറയാം. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, ദൈവവചനം ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് ദൈവാത്മാവ് വ്യാഖ്യാനം കൊടുക്കുക. നോ, നെവർ, ഒരിക്കലും കൊടുക്കത്തില്ല. ഇഫ് യു സ്റ്റഡി ദ ബൈബിൾ ഫെയ്ത്ത്ഫുള്ളി, യു വിൽ ബി ഗെറ്റിംഗ് ദ റിയൽ മീനിങ്. ദാറ്റ് ഈസ് ഓൺലി വൺ മീനിങ്, എ സിംഗിൾ മീനിങ്. നമ്മൾ വിശ്വസ്തയോടെ ദൈവവചനം പഠിക്കുകയാണെങ്കിൽ നമ്മൾ വരുന്നത് ആ പാസേജിൻ്റെ ഒറ്റ അർത്ഥത്തിലേക്കായിരിക്കും വരുന്നത്. എന്നാൽ ഉഴപ്പന്മാരാണ് അത് ഇരുന്ന് പഠിക്കാനായിട്ട് അധ്വാനിക്കാനായിട്ട് മനസ്സില്ലാതെ വെറുതെ ആ ഭാഗം അങ്ങോട്ട് വായിച്ച് ആ ഭാഗം വായിക്കുമ്പോൾ വായേ വരുന്നതൊക്കെ വിളിച്ച് പറയുന്ന ഉഴപ്പന്മാരാണ് പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുന്നത്. ദറ്റ് ഈസ് നോട്ട് ദ റിയൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ആ ദൈവവചനത്തിൻ്റെ യഥാർത്ഥ വ്യാഖ്യാനമല്ല. ദൈവവചനം വ്യാഖ്യാനിക്കേണ്ട രീതിയിൽ സമയമെടുത്ത് ശരിയായിട്ട് പഠിച്ച് മനസ്സിലാക്കി വ്യാഖ്യാനിക്കുകയാണെങ്കിൽ, ഞാൻ വ്യാഖ്യാനിച്ചാലും മറ്റൊരാൾ വ്യാഖ്യാനിച്ചാലും ഞങ്ങൾ രണ്ടുപേരും എത്തുന്നത് ഒരേ അർത്ഥത്തിലായിരിക്കും. കാരണം ഒരു പാസേജിന് ഒരർത്ഥമാണുള്ളത്. ഒരു പാസേജിന് ഒരിക്കലും ഒന്നിലധികം അർത്ഥങ്ങൾ ഉണ്ടാകത്തില്ല. നമ്മൾ മനസ്സിലാക്കണം. ഓരോരുത്തർക്ക് അവനവൻ്റെ രീതിയിൽ വ്യാഖ്യാനിക്കാമെന്ന് പറയുന്നത് ഉഴപ്പന്മാരാ. അവർക്കതിൻ്റെ അർത്ഥം കൃത്യമായിട്ട് കണ്ടുപിടിക്കണമെന്നില്ല. വായു വരുന്ന വിളിച്ചു പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയ വ്യാഖ്യാനം ഇതാണെന്ന് പറഞ്ഞാൽ മതി. അത് ഉഴപ്പന്മാരാ. ദൈവവചനത്തിൻ്റെ മുമ്പിൽ, ദൈവവചനം പഠിപ്പിക്കുന്നതിൻ്റെയും പ്രസംഗിക്കുന്നതിൻ്റെയും മുമ്പിൽ ഉഴപ്പ് കാണിക്കാനായിട്ട് പറ്റത്തില്ല. ഇതൊരു കുഞ്ഞുകളിയല്ല. സോ വി ഷുഡ് separate quality time to dig into the word of God. ദൈവവചനത്തിൻ്റെ ആ ശരിയായിട്ടുള്ള അർത്ഥം മനസ്സിലാകത്തക്ക രീതിയിൽ പഠിക്കാനായിട്ട് നാം ദൈവവചനവുമായിട്ട് ഇരിക്കാൻ നമുക്ക് സമയമുണ്ടായിരിക്കണം. അതില്ലാത്തതാണ് ഇന്നത്തെ പ്രശ്നം. അതുകൊണ്ടാണ് ഓരോരുത്തരും ഓരോ ഉപദേശം, ഓരോ വിശ്വാസം പ്രചരിപ്പിക്കുന്ന രീതിയിലേക്ക് വരുന്നത്. അതൊരിക്കലും ഉണ്ടാകരുത്. കാരണം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദർ ഇസ് എ കോമൺ ഫെയ്ത്ത്, ഒരു പൊതുവിശ്വാസമാണുള്ളത്. അത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസമാണത്. മുൻപോട്ടേക്ക് പോട്ടെ. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവാവസാനമോർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ. അപ്പം ഇവിടെ വിശ്വാസത്തിന് വേറൊരു സ്റ്റാൻഡേർഡും കൂടെ, അല്ലെങ്കിൽ വേറൊരു മോഡലും കൂടെ നമുക്ക് തരികയാണ് അനുകരിക്കാനായിട്ട്. ആര്? നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർക്കണം. ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാകരുത്. കാരണം ഇന്ന് ദൈവവചനം പ്രസംഗിക്കുന്ന പലരുടെയും
അവരുടെ വിശ്വാസം അനുകരിക്കാൻ കൊള്ളാവുന്നതല്ല. കാരണം നമ്മൾ പറഞ്ഞു, ഓരോരുത്തരും ഓരോ വിശ്വാസമാണ് പ്രസംഗിക്കുന്നത്. അവനവന് തോന്നിയ രീതിക്കാണ് എന്ത് ചെയ്യുന്നത്, പ്രസംഗിക്കുന്നത്. സോ എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? അവർ ദൈവവചനമല്ല പ്രസംഗിക്കുന്നത്, അവർ സ്വന്തം ആലോചനയാണ് പ്രസംഗിക്കുന്നത്. ഞാൻ പറഞ്ഞു, ദൈവവചനത്തിലെ ഒരു പാസേജിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. ആ അർത്ഥം മനസ്സിലാക്കിയാണ് പ്രസംഗിക്കുന്നതെങ്കിൽ ആ ഭാഗം ഞാൻ പ്രസംഗിച്ചാലും മറ്റാര് പ്രസംഗിച്ചാലും അത് ഒരേ കാര്യമായിരിക്കും പറയപ്പെടുക. കാരണം ആ പാസേജിന് ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. അപ്പം അത് കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രസംഗിക്കുന്നവരെ കുറിച്ചാണ് ഇബ്രാലേഖനത്തിൽ പറഞ്ഞത്, ദൈവവചനം പ്രസംഗിക്കുന്നവരെ കുറിച്ച്. ബൈബിളിൽ എന്തെങ്കിലും ഒരു വാക്യമോ ഒരു പാസേജോ എടുത്തിട്ട് അത് വായിച്ചിട്ട് അവനവൻ്റെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ പ്രസംഗിക്കുന്നവരെ കുറിച്ചല്ല ഈ വാക്യം പറഞ്ഞത്. ഇന്ന് പല പ്രസംഗകരും ഈ വാക്യം ഉപയോഗിച്ചിട്ട് തങ്ങളുടെ അധികാരം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. നോ, അവിടെ വ്യക്തമായിട്ട് പറഞ്ഞു, ദൈവവചനം പ്രസംഗിക്കുന്നവരെ, തങ്ങളുടെ മനസ്സിലെ ആലോചന പ്രസംഗിക്കുന്നവരല്ല, തങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് പ്രസംഗിക്കുന്നവരല്ല, തങ്ങളായിരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ പ്രസംഗിക്കുന്നവരല്ല. ബൈബിൾ ദൈവവചനം എന്ത് പറയുന്നു അത് തുറന്ന് പ്രസംഗിക്കുന്നവരെ, അതുപോലെ പ്രസംഗിക്കുന്നവരെ, പഠിപ്പിക്കുന്നവരെ. അതാ പറഞ്ഞ, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളൂ. അങ്ങനെയുള്ളവരെ നിങ്ങൾ ഓർക്കണം. അങ്ങനെയുള്ളവരെയാണ് നിങ്ങൾ ഓർക്കേണ്ടത്, മറ്റുള്ളവരെ ഓർക്കരുത്. നിങ്ങൾ ഒത്തിരി പ്രസംഗങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ ആ പ്രസംഗങ്ങൾ ദൈവവചനത്തിൻ്റെ യഥാർത്ഥ ഉപദേശം അല്ലെങ്കിൽ നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ നിങ്ങളോട് യഥാർത്ഥമായിട്ട് ദൈവവചനം പ്രസംഗിക്കുന്നവരെ നിങ്ങൾ ഓർത്ത് അവരുടെ വിശ്വാസമാണ് നിങ്ങൾ അനുകരിക്കേണ്ടത്. സ്വന്തം ചിന്തകൾ പ്രസംഗിക്കുന്നവരുടെ വിശ്വാസം അനുകരിക്കരുത്. ദൈവവചനം കൃത്യമായി പ്രസംഗിക്കുന്നവരുടെ വിശ്വാസം അനുകരിക്കുക. അങ്ങനെ അനുകരിച്ചാൽ ആ വിശ്വാസം എന്ന് പറയുന്നത് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസം തന്നെ ആയിരിക്കും. മറക്കരുത്. മുൻപോട്ടേക്ക് പോകാം. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 2-ാം ലേഖനം, അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തലനുമായ ശിമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. നോക്കിയ അപ്പോസ്തലനായ പത്രോസ് എന്താ പറയുന്നത്? ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക്. ഇവിടെ ഈ വിശ്വാസത്തെക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് ഉപയോഗിക്കുന്ന ഒരു വിശേഷണമുണ്ട്. ഇറ്റ് ഈസ് പ്രഷ്യസ് ഫെയ്ത്ത്, വിലയേറിയ വിശ്വാസമായത്. വിലയേറിയ വിശ്വാസമാണ്. ഇറ്റ് ഈസ് നോട്ട് എ ചീപ്പ് ഫെയ്ത്ത്. അങ്ങനെ ചിന്തിക്കരുത്. ഇത് വിലയില്ലാത്ത വിശ്വാസമല്ല. പലരും ചിന്തിക്കുന്നത് ഇതെന്തോ ചീപ്പ് ഫെയ്ത്താണ്. നോ, നെവർ. ഇറ്റ്സ് പ്രഷ്യസ് ഫെയ്ത്ത്. ഇത് വിലയേറിയ വിശ്വാസമായത്. എന്നിട്ട് പറയുക, ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് വിശ്വാസമാണോ ലഭിച്ചത് അതേ വിശ്വാസം തന്നെയാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട്? യേശുക്രിസ്തുവിൻ്റെ നീതിയാൽ. അപ്പം യേശുക്രിസ്തു തൻ്റെ സഭയിൽ വിശ്വാസം നൽകുന്നത് സെയിം ഫെയ്ത്താണ്. ബിക്കോസ് ഹീസ് റൈറ്റിയസ്. അവൻ നീതിയുള്ളവന്.
ഒരാൾക്കൊരു വിശ്വാസവും മറ്റൊരാൾക്ക് മറ്റൊരു വിശ്വാസവും നൽകുകയാണെങ്കിൽ അത് നീതിയല്ല. അപ്പം യേശുവിൽ നിന്ന് വരുന്ന വിശ്വാസം, യേശു നൽകുന്ന വിശ്വാസം, അത് ഞങ്ങൾക്ക് യേശുവിൽ നിന്ന് എന്ത് വിശ്വാസം ലഭിച്ചോ അതേ വിശ്വാസം തന്നെയാണ് യേശുവിൽ നിന്ന് വിശ്വാസം ലഭിക്കുന്ന മറ്റെല്ലാവർക്കും ലഭിക്കുന്നത്. ഞങ്ങൾക്ക് യേശുവിൽ നിന്ന് ലഭിച്ച വിശ്വാസത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആർക്കെങ്കിലും വിശ്വാസം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് യേശുവിൽ നിന്നല്ല. നിങ്ങൾക്ക് യേശുവിൽ നിന്ന് ലഭിച്ച വിശ്വാസത്തിന് വിരുദ്ധമായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നതെങ്കിൽ എൻ്റേത് യേശുവിൽ നിന്ന് ലഭിച്ച വിശ്വാസമല്ല. അപ്പം ഇതെങ്ങനെ നമ്മൾ മനസ്സിലാക്കും? യേശുവിൽ നിന്ന് ലഭിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നത് അത് ദൈവവചന പ്രകാരമുള്ളതായിരിക്കും. സോ എപ്പോഴും നമ്മുടെ വിശ്വാസം നമ്മൾ ചെക്ക് ചെയ്യുന്നത്, നമ്മുടെ ഡോക്ടറിൻ, നമ്മുടെ ഉപദേശം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഞാനത് പറയുന്നു എന്നുള്ളത് കൊണ്ടായിരിക്കരുത് ഞാനത് അംഗീകരിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി ദ ഡോക്ട്രിൻ ഓഫ് ദ ബൈബിൾ. അത് ബൈബിളിലെ ഉപദേശമായിരിക്കണം. അപ്പം പത്രോസ് പറയുക, ഞങ്ങൾക്ക് ലഭിച്ച അതേ വിലയേറിയ വിശ്വാസം തന്നെയാണ് നിങ്ങൾക്കും ലഭിച്ചിരിക്കുന്നത്. ദെർ ഇസ് നോ ഡിഫറൻസ് ഇൻ ദ ഫെയ്ത്ത്. വിശ്വാസത്തിൽ നമ്മൾ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. സെയിം ഫെയ്ത്ത്. അപ്പം കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എല്ലാവർക്കും ഒരേ വിശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് നമ്മളവിടെ മനസ്സിലാക്കുന്നു. യൂദായുടെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യം എന്നെനിക്ക് തോന്നി. അപ്പോൾ യൂദായോട് പറയുകയാണ്, വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം. അപ്പം എല്ലാ വിശുദ്ധന്മാർക്കും ഒരേ വിശ്വാസമാണ്. അത് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? നോക്കിക്കേ, വിശുദ്ധന്മാർ സഭയുടെ ആരംഭം മുതൽ സഭയുടെ അവസാനം വരെ വിശുദ്ധന്മാരുണ്ട്. ദ സെപ്പറേറ്റഡ് വൺ. സഭയിലുള്ള എല്ലാവരും വിശുദ്ധരാണ്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ സമയത്തായിട്ടല്ല ഈ വിശ്വാസം ഫലമേൽപ്പിക്കപ്പെടുന്നത്. ഒരിക്കലായിട്ട് ഫലമേൽപ്പിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? എന്താന്ന് വെച്ചാൽ ഈ വിശ്വാസം അത് ഒരിക്കലായിട്ട് ഫലമേൽപ്പിക്കപ്പെട്ടു. എങ്ങനെ? ഈ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തിലൂടെ. ആ ഫലമേൽപ്പിക്കപ്പെട്ട വിശ്വാസമാണ് എല്ലാ വിശുദ്ധന്മാർക്കും ഉണ്ടാകേണ്ടത്, ഉള്ളത്. മറക്കരുത്. നമ്മുടെ വിശ്വാസം പ്രസ്ഥാനങ്ങൾ മാറുന്നതിനനുസരിച്ച് മാറുന്ന വിശ്വാസമല്ലിത്. മറക്കരുത്. ഇന്ന് പലപ്പോഴും പ്രസ്ഥാനങ്ങൾക്ക് അവരവരുടേതായിട്ടുള്ള വിശ്വാസങ്ങളുണ്ട്. അത് പഠിപ്പിക്കാനായിട്ട് പ്രസ്ഥാനത്തിൻ്റെ പഠിപ്പിക്കൽ തൊഴിലാളികളുമുണ്ട്. പക്ഷേ വിശുദ്ധന്മാർക്ക് അങ്ങനെ പ്രസ്ഥാനം മാറുന്നതിനനുസരിച്ച് മാറുന്ന വിശ്വാസമല്ല ഉള്ളത്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ച ഈ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസമാണ് വിശുദ്ധന്മാർക്കുള്ളത്. സോ ദാറ്റ് ഈസ് ദ സെയിം ഫെയ്ത്ത്. ഒരേ വിശ്വാസമാണ്. ഇനി അതിൻ്റെ 20-ാം വാക്യത്തെ നമ്മൾ വായിക്കുന്നു. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. അവിടെയും പറയുന്നത് നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസം, സിംഗുലർ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഏകവചനം. വിശ്വാസങ്ങളല്ല. വിശ്വാസം. അപ്പം ഈ വാക്യങ്ങളെല്ലാം നമ്മളോട് പറയുന്നത് സഭയ്ക്ക്, ദൈവത്തിൻ്റെ സഭയ്ക്ക് വിശ്വാസങ്ങൾ ഇല്ല, വിശ്വാസമാണുള്ളത്.
സംഘടനകൾക്കനുസരിച്ചും പ്രസ്ഥാനങ്ങൾക്കനുസരിച്ചും എൻ്റെ ചിന്തകൾക്കനുസരിച്ചും മാറുന്നതല്ല ഉപദേശം, വിശ്വാസം. അത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഏകവിശ്വാസമാണ്, പൊതുവിശ്വാസമാണ്. ഞങ്ങൾക്കുള്ള അതേ വിശ്വാസം തന്നെയാണ് നിങ്ങൾക്കും ലഭിച്ചിരിക്കുന്നതെന്നാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്. ആ ഏകവിശ്വാസം. ഒറ്റ വാക്യം കൂടെ വായിച്ചിട്ട് നമുക്കിതിവിടെ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കാം. എഫേസ്യ ലേഖനം തന്നെ 4-ാം അധ്യായത്തിൻ്റെ 12-13 വാക്യങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായിട്ടുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. ഞാൻ ഈ വാക്യം നമ്മൾ എഫേസ്യ ലേഖനം ഇവിടെ എത്തുമ്പോൾ ചില ആഴ്ചകൾക്ക് ശേഷം നമ്മളത് വ്യക്തമായിട്ട് നമ്മൾ പഠിക്കും. ഇപ്പം ഞാൻ അതിനകത്ത് ഒരു കാര്യം മാത്രം എടുക്കുകയാണ്. അത് നാം എല്ലാവരും വിശ്വാസത്തിൽ ഉള്ള ഐക്യത പ്രാപിക്കേണ്ടതിന്. അവിടെ പറഞ്ഞത് വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യത എന്നാണ് പറയുന്നത്. അപ്പം എന്താണെങ്കിലും വിശ്വാസത്തിലുള്ള ഐക്യത പ്രാപിക്കണം. അതിനുവേണ്ടിയാണ് കർത്താവ് അത് തന്നിരിക്കുന്നത്. ഏത് തന്നിരിക്കുന്നത്? 11-ാം വാക്യം പറയുന്നു, അവൻ കർത്താവ് ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവ് സഭയിൽ 4 വിധ ശുശ്രൂഷകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താണ്? അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയനും ഉപദേഷ്ടാവും. എന്തിനാണ് ഈ 4 വിധ ശുശ്രൂഷകൾ നൽകിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, സഭയിലെ എല്ലാവരും വിശ്വാസത്തിലുള്ള ഐക്യത പ്രാപിക്കേണ്ടതിനാണ്. യൂണിറ്റി ഇൻ ഫെയ്ത്ത്, വിശ്വാസത്തിലുള്ള ഐക്യത പ്രാപിക്കേണ്ടതിന്. അപ്പം സഭയിലേക്കൊരു വ്യക്തി കടന്നു വരുമ്പോൾ അവൻ മറ്റെന്തെങ്കിലും വിശ്വസിക്കുന്ന ഒരാളായിരിക്കും. പക്ഷെ സഭയിലേക്ക് അവൻ വന്നു കഴിയുമ്പോൾ ഈ 4 പേരുടെ ശുശ്രൂഷകളിലൂടെ ഇദ്ദേഹം ദൈവവചനം എന്താണോ വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്നത് അത് വിശ്വസിക്കുന്നയാളായിട്ട് മാറണം. ഇന്ന് പലപ്പോഴും നമ്മുടെ സഭയിലേക്ക് പുതുതായിട്ടൊരാൾ വരുമ്പോൾ നമ്മൾ ശ്രമിക്കുന്നത് നമ്മുടെ പ്രസ്ഥാനം, നമ്മുടെ സംഘടന എന്ത് വിശ്വസിക്കുന്നുവോ അത് അയാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ച് അത് വിശ്വസിപ്പിക്കാനാണ് ഇന്ന് പലപ്പോഴും സഭയ്ക്കകത്ത് ശ്രമം നടക്കുന്നത്. അത് തെറ്റാണ്. യു ഷുഡ് നോട്ട് ഡു ഇറ്റ്. നമ്മളൊരിക്കലും അത് ചെയ്യാനായിട്ട് പാടില്ല. നാം ചെയ്യേണ്ടത് നമ്മുടെ സഭയിലേക്ക് വരുന്നവർ, നമ്മുടെ കൂട്ടായ്മയിലേക്ക് വരുന്നവർ, നമ്മുടെ ശബ്ദം ശ്രദ്ധിക്കുന്നവർ, അവർ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലുള്ള യഥാർത്ഥ വിശ്വാസത്തിലേക്ക് വരാനായിട്ടാണ് നാം അവരെ പഠിപ്പിക്കേണ്ടത്. അങ്ങനെ പഠിപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ സഭയിലെല്ലാവർക്കും ആ വിശ്വാസത്തിൻ്റെ ഐക്യത ഉണ്ടാകും. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഫസ്റ്റ് നമ്മൾ ആദ്യം വായിച്ച വാക്യം ഇതാണ്, നിങ്ങളെ വിളിച്ചപ്പോൾ വിശ്വാസം ഒന്നാണ്. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, സഭയിലെ എല്ലാവരും വിശ്വസിക്കുന്നത് ഒന്നാണെങ്കിൽ പിന്നെ അവരുടെ ഇടയിൽ ഭിന്നത ഉണ്ടാകത്തില്ല. എഫേസ്യ ലേഖനത്തിൻ്റെ തീം നമ്മൾ മറക്കരുത്, യൂണിറ്റിയാണ്, ഐക്യതയാണ്. ആ ഐക്യതയെക്കുറിച്ചാണ് പൗലോസ് പറഞ്ഞു വരുന്നത്. നിങ്ങൾ ഏക ശരീരമായിട്ടാണ് വിളിക്കപ്പെട്ടത്, ഏക പ്രത്യാശയ്ക്കായിട്ടാണ് വിളിക്കപ്പെട്ടത്, ഏക ആത്മാവാണുള്ളത്, ഏക കർത്താവാണുള്ളത്, ഒരേ വിശ്വാസമാണുള്ളത്. അതുകൊണ്ട് നമുക്ക് സഭയിൽ ഭിന്നതകൾ ഉണ്ടാകുകയില്ല. നോക്കിക്കേ, ഇന്ന് എന്തുകൊണ്ടാണ് നമ്മുടെ സഭകളിൽ ഭിന്നത ഉണ്ടാകുന്നത്? ഞാനിപ്പോൾ ഈ ക്ലാസ്സിൽ വരുന്നതിന് തൊട്ട് മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടു. ഇന്ത്യയിലെ ഒരു പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് നടക്കുന്ന ചില കലാപരിപാടികളുടെ വീഡിയോ ഞാൻ കണ്ടു. എനിക്ക് വളരെ വിഷമം തോന്നി. കാരണം
പാസ്റ്റർമാരെന്ന് പറയുന്നവർ പോരുകോഴികളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിക്കീറാനായിട്ട് നിൽക്കുമ്പം അവരെ ശാന്തമാക്കാനായിട്ട് അവിടുത്തെ പോലീസ് അധികാരികൾ ശ്രമിക്കുന്നത് ആ വീഡിയോയ്ക്കകത്ത് ഞാൻ കണ്ടു. ഷെയിം, ലജ്ജ, നാണക്കേട്. നാണമില്ലേ നമുക്ക്? നമ്മൾ എന്താണ് പ്രസംഗിക്കുന്നത്, എന്താണ് വിശ്വസിക്കുന്നത്? അതിനെന്താ വിശ്വസിക്കുന്നതെന്ന് ആർക്കറിയാമല്ലേ? അവനവന് തോന്നിയ രീതിയിൽ പ്രസംഗിക്കുമ്പോൾ വിശ്വാസത്തിനൊരു ഐക്യത ഇല്ലല്ലോ നമുക്ക്. എന്താ കാര്യം? വേദപുസ്തകം പഠിപ്പിക്കേണ്ടതുപോലെ പഠിപ്പിക്കാനും പ്രസംഗിക്കേണ്ടതുപോലെ പ്രസംഗിക്കാനും നമുക്കറിയത്തില്ലെന്നുള്ളതാണ്. പ്രസ്ഥാനത്തിൻ്റെ വിശ്വാസം പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, പ്രസ്ഥാനത്തിൻ്റെ ഭരണഘടന പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, പ്രസ്ഥാനം എന്ത് പറയുന്നു എന്ന് പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ ദൈവവചനം പഠിപ്പിക്കാനായിട്ട് നമ്മൾ മറന്നു പോവുകയാണ് ചെയ്യുന്നത്. മറക്കരുത്. അതിൻ്റെ പരിണത ഫലമാണ് ഇന്ന് ദൈവസഭകളെന്നും ദൈവമക്കളെന്നും പേരുള്ളവർ ഈ നാണക്കേടിൻ്റെ പടുകുഴിയിലേക്ക് വലിച്ചെറിയപ്പെട്ടിരിക്കുന്നെന്ന് മറക്കരുത്. നമുക്ക് ആ ദൈവവചനപ്രകാരമുള്ള വിശ്വാസത്തിലേക്ക് മടങ്ങി വരാം. ദൈവവചനപ്രകാരമുള്ള വിശ്വാസത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടുത്തെ ഒരു പ്രസ്ഥാനത്തിനും ഞങ്ങളുടേതാണ് 100% ദൈവവചനപ്രകാരമുള്ള വിശ്വാസമെന്ന് അവകാശപ്പെടാനായിട്ട് കഴിയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രസ്ഥാനങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമ്മുടെ സമൂഹം, സഭ എന്താണെന്ന്, സഭയുടെ സ്നേഹം എന്താണെന്ന്, സഭയുടെ ഐക്യത എന്താണെന്ന് നമ്മിലൂടെ കാണട്ടെ. ഇതെൻ്റെ ഹൃദയത്തിലെ ആഴമായ വേദനയിൽ നിന്ന് ഞാൻ പറയുന്ന ചലഞ്ചായത്. നമ്മെ ഭിന്നിപ്പിക്കുന്ന, വായിൽ തോന്നിയത് പ്രസംഗിക്കുന്ന പ്രസംഗകരുടെ പ്രസംഗങ്ങളിൽ നിന്നും പഠിപ്പിക്കലുകളിൽ നിന്നും നമുക്ക് മാറി നിന്നിട്ട് ദൈവവചനപ്രകാരമുള്ള വിശ്വാസത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ദൈവം നമ്മെക്കുറിച്ച് അത് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, സഭയ്ക്ക് ഏകവിശ്വാസമാണെങ്കിൽ പിന്നെ സഭയ്ക്കകത്ത് ഭിന്നതകൾ ഉണ്ടാവുകയില്ല. സഭയ്ക്കകത്ത് ഭിന്നതകൾ ഉണ്ടാകുന്നു എങ്കിൽ അതിനർത്ഥം അത് സഭയല്ല, അവിടെ വിശ്വാസത്തിൻ്റെ ഭിന്നതയുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. നോക്കൂ, ഏകവിശ്വാസമാണ്, സെയിം ഫെയ്ത്താണ് ദൈവം തൻ്റെ സഭയെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ആ രീതിയിൽ മുൻപോട്ട് പോകുവാൻ ദൈവകരങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാമോ? യഥാർത്ഥ വിശ്വാസത്തിൽ ഞാനൊരു പ്രസ്ഥാനത്തിനും എതിരായിട്ടോ ഒരു പ്രസ്ഥാനത്തിനും വേണ്ടിയോ അല്ല ഞാൻ പ്രസംഗിക്കുന്നത്, ക്ലാസ് എടുക്കുന്നത്. ദൈവവചനം എന്ത് പറയുന്നു എന്ന് കൃത്യമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും അത് പഠിപ്പിക്കാനും നാം എന്നാരംഭിക്കുന്നു അന്നേ നമ്മുടെ സഭയുടെ ദുരവസ്ഥകൾക്ക് മാറ്റം വരികയുള്ളൂ. ഇന്ന് ദൈവസഭയ്ക്ക് ആവശ്യം കൃപാവരപ്രാപ്തന്മാരെ അല്ല, രോഗശാന്തിക്കാരെ അല്ല, തീയിറക്കുന്നവരെ അല്ല, വലിയ പ്രകടനങ്ങൾ കാണിക്കുന്നവരെ അല്ല. ദൈവസഭയ്ക്ക് ആവശ്യം ബൈബിൾ എന്ത് പറയുന്നോ അത് കൃത്യമായി അവനവൻ്റെ യാതൊരു ചിന്തകളും അതിനകത്ത് ചേർക്കാതെ ബൈബിൾ എന്ത് പറയുന്നു അതുപോലെ പഠിപ്പിക്കുന്ന, ദൈവവചനം പഠിപ്പിക്കുന്ന വിശുദ്ധന്മാരെ ഇന്നത്തെ സഭയ്ക്ക് ആവശ്യമുണ്ട്. ഇന്ന് പകൽ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരുപക്ഷെ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഇത് തന്നെയായിരിക്കും. ആർ യു റെഡി? ദൈവവചനത്തിന് വേണ്ടി നിൽക്കാൻ അവിടെ നിങ്ങളൊരു പക്ഷേ വില കൊടുക്കേണ്ടി വരും. എന്നോട് പലപ്പോഴും ഞാനിത് പറയുമ്പോൾ ആൾക്കാർ പറയാറുണ്ട്, പ്രശ്നമല്ലേ? ഞാൻ ഒരു പ്രശ്നമാണ്, ഞാനതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാനതൊക്കെ അനുഭവിച്ചതാണ്.
ഞാൻ പറയും കുറച്ച് കഴിയുമ്പോൾ ശീലമായിക്കോളും, കുഴപ്പമൊന്നുമില്ല. ആദ്യം നമുക്കൊരു വിഷമമൊക്കെ തോന്നും, കുറച്ച് കഴിയുമ്പം അത് ശീലമായിക്കോളും. ഇപ്പം എനിക്ക് ആരെന്ത് പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നമില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് കേൾക്കാൻ സാധ്യതയുള്ളത് എന്തൊക്കെയാണോ അത് മുഴുവൻ ഞാൻ കേട്ട് കഴിഞ്ഞു. ഇനി പുതുതായിട്ടൊന്നും കേൾക്കാനായിട്ട് എനിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ കാര്യത്തിൽ പ്രശ്നമില്ല. കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കാം. ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവവചനത്തിന് വേണ്ടി നമുക്ക് ധൈര്യത്തോടെ നിൽക്കാം. ആ ദൈവവചനം പഠിപ്പിക്കുന്ന ആ വിശ്വാസം അത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതാണ് സഭയുടെ ഇന്നത്തെ പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രതിവിധി എന്ന് പറയുന്നത്. അതിനായിട്ട് ദൈവം നിങ്ങളെ വിളിക്കുന്നു, നിങ്ങളെ അതിനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അവിടുത്തേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ക്ലാസ് ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആദിവിശുദ്ധ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ, അതിൻ്റെ സാക്ഷികളായിട്ട് നിൽക്കുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കണം. അവിടുത്തെ ആത്മാവിനാൽ അതിനു വേണ്ട ധൈര്യവും ബലവും കൃപകളും ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും കർത്താവ് പകരണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.